ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഇതിൻ്റെ തോട് എങ്ങനെയാണ് പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തോട് നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. പിന്നെ നമ്മൾ സാധാരണ തോടുള്ളതെല്ലാം വാങ്ങിക്കാറ്, തോടെല്ലാം പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് വരുന്നത് മാത്രമാണ് നമ്മൾ വാങ്ങിക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ പാക്കറ്റ് കണ്ടപ്പോൾ ഒരു ആകാംക്ഷയുടെ പേരിൽ വാങ്ങിച്ചതാണ് ഞാനത്. പക്ഷെ അത് വല്ലാത്തൊരു അബദ്ധമായി പോയി എന്നൊരു തോന്നലാണ് ഇപ്പോൾ എനിക്കുള്ളത്, സത്യം പറഞ്ഞാൽ കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നോട്ടാണ്ട് കാണുമ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഞാനിതിനെ പൊട്ടിക്കാൻ പോകുന്നത് ഈ ഒരു കത്തിയും വേറെ ഒരു ചെറിയ കത്തിയും, ഇങ്ങനെ രണ്ട് കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെ പീസാക്കാൻ പോകുന്നത്. ഓൾറെഡി അതിന്മേൽ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ ഞാൻ ഒരു കത്തി വെച്ചിട്ട് കുറച്ച് മെനക്കെട്ട് നോക്കി, പക്ഷേ രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ആ ഒരു കത്തിയുടെ ഷാർപ്പുള്ള ഭാഗം അതിന് ഒരു ഭാഗത്തേക്ക് കയറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കത്തി അടുത്ത ഒരു ഭാഗത്തേക്ക് ഇതുപോലെ തിരികെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് തിരികെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മളത് പൊട്ടിച്ചു. ഇങ്ങനെയാണ് സംഭവം നമുക്ക് കിട്ടിയത്. അത് കറക്റ്റായിട്ട് തന്നെ കിട്ടി, പക്ഷെ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലതെല്ലാം നമുക്ക് പൊട്ടിക്കിട്ടാൻ കുറച്ച് ഈസി ആയിട്ട് വരും. ഇത് കണ്ടില്ലേ, ഇത് ഒരു വലിയ കുഴപ്പമില്ലാതെ പൊട്ടിച്ച് എടുക്കാൻ പറ്റി നമുക്ക്. അങ്ങനെ എല്ലാതും ഇത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ അത്ര ഹാർഡും ആവണമെന്നില്ല. പല രീതിയിലാണ് ഇത് നമുക്ക് 2 പീസായിട്ട് കിട്ടിയത്. ഓക്കെ, ആ സംഭവം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഞ്ചുറി ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ തോടെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഹാർഡ് തന്നെയാണ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ തേങ്ങയുടെ ചിരട്ട പോലെയൊക്കെ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. പിന്നെ അതിൻ്റെ കട്ടിങ് ഉള്ളത് കുറച്ചും കൂടെ ഒരു കട്ടിങ് ചെയ്ത്, ഈ കാണുന്ന കട്ടിങ് കുറച്ചും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൊട്ടിച്ചെടുക്കാൻ ഈസി ആവുമായിരുന്നു. ഇതിൻ്റെ പകുതി വരെ അവർ കട്ട് ചെയ്തിട്ടുള്ളൂ. ഈ കട്ടിങ് ഒരു ഇത്തിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടിക്കാൻ ഈസി ആവുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളിതുപോലെയുള്ള ഈ തോടുള്ളത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ പൊട്ടിച്ചെടുക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രൂട്ട്സ് നല്ലൊരു സംഭവമാണ്, നല്ല ടേസ്റ്റാണ് ഈ സാധനം കേട്ടോ. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ആ പേരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിനെ, നമ്മുടെ പേജിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കഴിയുന്നവർ ഈ സാധനം എന്താണെന്നൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കും. നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ്, സപ്പോർട്ട് ചെയ്യുക.